ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ചൂസ് ഫാമിലി എന്നാ തോന്നുന്നു ഇവരുടെ ഈ ചാനലിൻ്റെ പേര്. ഞാൻ 2 ദിവസം മുമ്പ് ഇൻസ്റ്റ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടു. പ്രസീത എന്നാണ് ഇവരുടെ പേര്. ഇവർ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ, ഇവർക്ക് വന്ന ഒരു കമൻ്റാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, പിന്നെ വായിച്ച് നോക്കിയപ്പോഴാണ് ഇതെനിക്ക് വല്ലാതെ ഒരു എന്താ പറയുക, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്രയ്ക്കും ഒരു ഷോക്കായിപ്പോയി. ഞാനത് 2 ദിവസമായി എനിക്കിത് വന്നിട്ട്, ഞാനിത് അറിഞ്ഞിട്ട്. പക്ഷെ ഞാനിത് വീഡിയോ എനിക്ക് ഇടാതെ ഒരു സമാധാനമില്ല. കാരണം ഇത് ഇപ്പോൾ ഈ വീഡിയോ ഇവർ പബ്ലിഷ് ചെയ്തിട്ടും ഒരു 2-3 മാസമായി തോന്നുന്നു കേട്ടോ. ഞാനിതിപ്പോൾ ഇന്നാണ് കാണുന്നത്. ഇന്നല്ല, 2 ദിവസം മുമ്പ്. എനിക്ക് 2 ദിവസമായി ഇത് എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയായിരുന്നു. കാരണം ഇവരുടെ വീഡിയോ ഞാൻ എന്നിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഇവരുടെ ഹസ്ബൻഡ്, പിന്നെ അനിയത്തി, അങ്ങനെ ഒരു ഫാമിലി, നാട്ടിൻപുറത്തുള്ള ഒരു പാലക്കാടുള്ള ഒരു ഫാമിലിയിൽ ഇവർ ഫുഡ് ഉണ്ടാക്കണു, ആ കുട്ടികൾ കഴിക്കണു, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള ഭക്ഷണങ്ങൾ കാണിക്കണു. അങ്ങനെ അല്ലാണ്ട് അവരുടെ കയ്യിൽ വേറെ ഒന്നും കാണാനില്ല. നല്ല രസമുള്ളൊരു എന്താണ് അന്തരീക്ഷം, അവരുടെ സംസാര രീതി, കുട്ടികളുടെ സംസാരം, അതുപോലെ ഫാമിലി. അതായത് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അമ്മ, അച്ഛൻ, കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. ഇവരങ്ങനെയല്ല, ജോയിൻറ്റ് ഫാമിലി ആയിട്ടാണ് തോന്നുന്നു. ഇവരുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും അനിയത്തിയും ആരൊക്കെയും ഉണ്ട് ആ വീട്ടിൽ. നല്ല രസമുണ്ട്, കളിയും ബഹളമൊക്കെ ആയിട്ട്. ഇവർക്കൊരു മകളും ചെറിയ മക്കളും ആൺകുട്ടികളൊക്കെ, കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു രസമായിട്ടാണ് തോന്നിയത്. ഞാനത് വീണ്ടും മുഴുവൻ കണ്ടിട്ടില്ല അവരുടെ, എന്നാലും ചിലതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ. കാരണം ഇവരെക്കുറിച്ച് ഇടുമ്പോൾ എന്തെങ്കിലും ഇവരെക്കുറിച്ച് അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവരെക്കുറിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇവരുടെ ഇങ്ങനത്തെ ഒരു കമൻ്റ് ഇടാൻ മാത്രമായിട്ട് ഇവരുടെ ഒരു കാര്യമില്ല പറഞ്ഞാൽ ഒന്നുമില്ല. ഇട്ടിരിക്കുന്നത് പ്രസീത വേഗം വിധവയാവട്ടെ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? ആ സ്ത്രീ ഇട്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്തുദ്ദേശിച്ചാണ് ഇട്ടിരിക്കുന്നത്? എനിക്കത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടണില്ല. അവരുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു മാനസിക രോഗിയോ വല്ലതും ആയിരിക്കും. അല്ലാതെ ഒരു സ്ത്രീയും വേറൊരു സ്ത്രീ ഇങ്ങനെ ആവട്ടെ എന്ന് പറയില്ല. ഒരാൾ വിധവയാണെങ്കിൽ മറ്റുള്ളൊരു വിധവയെ കാണാൻ ആരും ആഗ്രഹിക്കില്ല. ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തോ മാനസിക രോഗമുണ്ട്. പിന്നെ അതുകൂടാതെ വേറെ അവരുടെ മക്കളെ പറ്റി കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് പറയാൻ തന്നെ പറ്റില്ല, കാരണം എനിക്ക് മക്കളുള്ളതാണ്. എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണമെന്ന് അറിയണം. ഇവരെന്ത് തെറ്റ് ചെയ്തു? അതാണ് എനിക്കറിയാത്തത്. എന്തെങ്കിലും ഇവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടാവണ്ടേ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്? എന്താണ് ആ സ്ത്രീക്ക് ഇവരുടെ കണ്ടത് ഇത്രയും പ്രശ്നമാവാൻ? എനിക്കറിഞ്ഞൂടാ. അതൊരു ഒരു സ്ത്രീ, ആ പ്രസീത പറഞ്ഞ അവരാണ് ഈ ചാനലിൽ സംസാരിക്കുകയൊക്കെ ചെയ്യണത്. അവർ ഒരു എന്താ പറയുക, ഇത്ര നിഷ്കളങ്കയായ ഒരു സ്ത്രീ. അത് പറയണത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ മറുപടി കമൻ്റ് ഇടാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കേട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ല, ഈ കമൻറ്റ് വായിച്ച് നോക്കി അറിയാം. എനിക്ക് 2 ദിവസമായി ഞാനിത് എങ്ങനെ ഇടണം, എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്താ ഈ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഷോക്കായിട്ടിരിക്കുക. ഇങ്ങനൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കമൻറ്റുകൾ കാണാറുണ്ട് പലരുടെയും, അങ്ങനെ വൃത്തിയിട്ട കമൻറ്റ്, നെഗറ്റീവൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇത് അതൊക്കെ മേലെ പറയും. ഇതെന്തോ സൈക്കോ ആണ് ഈ സ്ത്രീ, ഇട്ട സ്ത്രീ. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഇടാൻ പറ്റില്ല. പക്ഷെ പാവങ്ങൾ ഇവർ അതിൻ്റെ മേലെ കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല തോന്നുന്നു കേട്ടോ. അറിഞ്ഞൂടാ. എനിക്കിവർ കാര്യമായിട്ട് ഞാൻ ഇവരുടെ വീഡിയോ കാണാത്ത കാരണം ഇനി ഞാൻ എല്ലാം കാണാൻ ശ്രമിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവരുടെ വീഡിയോ, ഇവരുടെ അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന രീതി. പിന്നെ പാലക്കാട്, ഞാനൊരു പാലക്കാടുകാരിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമാവാൻ തുടങ്ങി. പക്ഷേ ഞാൻ കേരളത്തിലല്ല, എന്നാലും എനിക്ക് പാലക്കാടിൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റ് ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കേണ്ടതാണ്. ഇവരതൊന്നും ചെയ്തിട്ടില്ല തോന്നുന്നു, അതോ കൊടുത്തു, അറിഞ്ഞുകൂടാ കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശരിക്കും അവരുടെ വീഡിയോ ചാനൽ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. കണ്ടിട്ടില്ല, ഞാൻ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് 2-3 വീഡിയോ കണ്ടിട്ടുള്ളൂ. അതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കുട്ടികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇന്നസെൻ്റായ കുട്ടികൾ അവരെല്ലാം. പിന്നെ അവരുടെ ഒരു അനിയത്തിയൊക്കെ ഉണ്ട്. അയ്യോ, എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. കുഞ്ചൂസ് ഫാമിലിയാണ്. പാലക്കാടിനെ കുറിച്ചാണ് അവർ കൂടുതലും, അവിടുത്തെ ഫുഡിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും ഇടാറ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഇട്ട സ്ത്രീയോട്,
നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങളൊരു കല്യാണം കഴിച്ച എന്താണ് നിങ്ങൾക്കൊരു ഭർത്താവുണ്ടോ? അതോ നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഭർത്താവുണ്ടാവും കുട്ടികളുണ്ടാവുമെന്ന്. കാരണം ഭർത്താവിനെ സ്നേഹിക്കണവർ, കുട്ടികളെ സ്നേഹിക്കണവർ, ഈ ബന്ധത്തെ സ്നേഹിക്കണവർ, അതായത് നമ്മുടെ ഒരു കുടുംബം അതിനെ സ്നേഹിക്കണവർ ഒരിക്കലും ഇങ്ങനെ ഒരു കമൻ്റ് ഇടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനാരുമില്ല, ഫാമിലിയേ ഇല്ല. ഫാമിലി ഉള്ള ഒരു കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കമൻ്റ് ഇടില്ല. കുട്ടികളെക്കുറിച്ച് തീർച്ചയായും ഇടില്ല. അതുപോലെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കമൻ്റ് ഇടാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ കിട്ടണില്ല. കാരണം ഞാൻ ഇപ്പോഴും ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ പല വീഡിയോസും കാണാറുണ്ട്, അതിൻ്റെ കമൻറ്റൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് മോശമായിട്ടൊരു, ഇതിന് മോശം എന്നല്ല പറയുക, മോശം കമൻറ്റ് എന്നല്ല ഇതിന് പറയുന്നുണ്ട്. ഇതിന് അത്രയ്ക്കും എന്താ പറയുക, വ്യക്തി വൈരാഗ്യം. ഇവർ തമ്മിൽ വല്ല വ്യക്തി വൈരാഗ്യം ഇവർ അറിയുന്ന ആൾക്കാരാണോ എന്തോ. പക്ഷേ അവർ പറയുന്നുണ്ട് ഇവർക്ക് അറിയുന്ന ആളൊന്നുമല്ല. ആ പ്രസീത പറഞ്ഞ ആ ലേഡി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഞങ്ങൾ സാധാരണ ഒരു വീഡിയോ ഇട്ട് പോണു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയുന്ന ആൾക്കാരും അല്ല, അപ്പോൾ അത് പരിചയക്കാരും അല്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇട്ടതെന്ന് അറിഞ്ഞൂടെ. എന്തായാലും പ്രസീത, നിങ്ങൾക്ക് എന്തായാലും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രമേ വരുള്ളൂ ഞാൻ ആശംസിക്കുന്നു. ഞാൻ മാത്രമല്ല, ഇത് കണ്ടിട്ടുള്ള എല്ലാവരും അത്രേ വിചാരിക്കുള്ളൂ. ആ കമൻറ്റുകളെല്ലാം വിട്ടേക്കൂ. കാരണം അതായത് ബുദ്ധിയില്ലാത്തവർ, സൈക്കോകൾ, പിന്നെ ഫാമിലിയുടെ ബന്ധങ്ങൾ അറിയാത്തവർ, ഭാര്യ ഭർത്ത ബന്ധം അറിയാത്തവർ, അമ്മ മക്കളെ ബന്ധം അറിയാത്തവർ എങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് അവരെ വിടൂ, ഇഗ്നോർ ചെയ്യൂ, ഇതൊന്നും നോക്കാനേ പോണ്ട. അതായത് ഇങ്ങനെ കമൻ്റ് ഇടണവർ ഇട്ടുകൊണ്ടിരുന്നോട്ടെ. പക്ഷേ ഇത് കുറച്ച് അതൊക്കെ മേലെ, ഇതിനൊക്കെ മേലെ കേസ് കൊടുക്കേണ്ടത്. അത്രയ്ക്കും മോശം കമൻ്റായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ വന്നത്. എനിക്കിത് കേട്ടപ്പോണ്ടല്ലോ സഹിച്ചില്ല. കാരണം നമുക്കും ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ കമൻ്റ് ചെയ്തതാണ്. എന്തായാലും പ്രസീതയ്ക്ക് നല്ലത് മാത്രം വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.